UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1.5 മാസം കഴിഞ്ഞു. സത്യത്തിൽ UDF ജയിച്ചിട്ട് 2 മാസം ആയി എങ്കിലും സർക്കാർ അധികാരത്തിൽ വന്ന് 1.5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ 1.5 മാസത്തിനുള്ളിൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? വൻ ഭൂരിപക്ഷത്തിന് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച UDF സർക്കാരിൻ്റെ ദിശ എങ്ങോട്ടാണ്? കൃത്യം എണ്ണി പറയുകയാണ് M. സ്വരാജ്. കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇപ്പോൾ 1.5 മാസമായിട്ടേ ഉള്ളൂ പുതിയ ഗവൺമെന്റ് വന്നിട്ട്. ഇന്ന് 5 അല്ലേ, ജൂലൈ 5. രാഘവേട്ടൻ വിട പറഞ്ഞത് ജൂലൈ 5-നാണ്. ഇന്നലെ ആയപ്പോൾ വോട്ട് എണ്ണിയിട്ട് 2 മാസം തികഞ്ഞു. പക്ഷെ ആദ്യത്തെ 2 ആഴ്ച മുഖ്യമന്ത്രി ലഹളയ്ക്ക് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ടാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ. 1.5 മാസം ഒരു ഗവൺമെന്റിനെ വിലയിരുത്താനുള്ള സമയമല്ല, ആയിട്ടില്ല. അവർ ഭരിക്കട്ടെ, നമ്മളിപ്പോൾ തന്നെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ആ ഗവൺമെന്റിന്റെ ദിശ എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സമയം മതി. ഈ ഗവൺമെന്റ് എങ്ങനെ പോകും, ഏത് റൂട്ടിലാണ് ഈ വണ്ടി ഓടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സമയം മതി. ഇതിനോടകം ഈ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ എന്തൊക്കെയാണ്? വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പോൾ സന്തോഷത്തിലാണോ? ഞാനൊരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആദരണീയനായ കവിയാണ് സച്ചിദാനന്ദൻ മാഷ്, ശ്രീ K. സച്ചിദാനന്ദൻ. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് തുടർച്ചയായി ഭരിക്കുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും, അപ്പോൾ ഇടക്കിടക്ക് മാറണം എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞു. അതിനെക്കുറിച്ച് ഇപ്പം ഞാനൊരു അഭിപ്രായത്തിലേക്ക് പോകുന്നില്ല, അത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഏതായാലും UDF-ന് ഫലത്തിൽ അനുകൂലമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. UDF-ന് അനുകൂലമായ നിലപാടാണ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. ആ സച്ചിദാനന്ദൻ മാഷിൻ്റെതായി ഇന്നലെ ഞാൻ കണ്ട പ്രസ്താവനയിലെ ഒരു വാചകം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ലജ്ജാകരം. അതാണ് വാക്ക്. 1.5 മാസത്തിനിടയിൽ തങ്ങളുടെ വിജയത്തിനു കൂടി ഇടയാക്കിയ അഭിപ്രായം പറഞ്ഞ ഒരു കവിയിൽ നിന്ന്, ഒരു ബുദ്ധിജീവിയിൽ നിന്ന് ഇങ്ങനെയൊരു വിശേഷണം ചോദിച്ചു വാങ്ങാൻ ഒരുപക്ഷെ ശ്രീ VD സതീശന് മാത്രമേ സാധിക്കൂ. അപ്പോ മാറ്റം വേണം എന്നാഗ്രഹിച്ചവർ, പല കാരണങ്ങളാൽ ആഗ്രഹിച്ചവരുണ്ടാവും, നിഷ്കളങ്കമായി ആഗ്രഹിച്ചവരുണ്ടാവും, ഉദാസീനമായി ആഗ്രഹിച്ചവരുണ്ടാവും. 2 ടേമായില്ലേ ഭരിക്കുന്നു, 10 കൊല്ലമായില്ലേ, ഇനി ഒരു 5 കൊല്ലം മറ്റൊരു ഭരിക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചവരുണ്ടാവും. അങ്ങനെ ചിന്തിച്ചവർ ഇപ്പോ വലിയ മനസ്താപത്തിലേക്ക് പോകുന്നു, നിരാശയിലേക്ക് പോകുന്നു, അബദ്ധമായി പോയി എന്ന തിരിച്ചറിവിലേക്ക് പോകുന്നു എന്നാണ് സൂചന. അതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് സച്ചിദാനന്ദ മാഷ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാട് ലജ്ജാകരമാണ്. അദ്ദേഹം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം സംബന്ധിച്ചാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാ സൂചനകളും അതാണ്. സംഘപരിവാരവുമായി കൈകോർക്കുന്നു, കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്നു. വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെടുന്നു ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. അതിനെന്താ തകരാറ്? വന്ദേമാതരത്തിന് ഒരു തകരാറുമില്ല. എന്നാൽ വന്ദേമാതരത്തിലെ ചില വരികൾ ഇന്ത്യയിലെ ബഹുസ്വരതയെ, വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതല്ല എന്ന കാരണത്താൽ നമ്മുടെ രാഷ്ട്രശില്പികൾ, ഭരണഘടനാ ശില്പികൾ ഒക്കെ സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് കൂട്ടായി എടുത്ത തീരുമാനമാണ് ദേശീയ ഗീതമായി കണക്കാക്കുന്ന വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം ആലപിച്ചാൽ മതി. പൂർണ്ണതോതിൽ ആലപിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കും. അതുകൊണ്ട് ആദ്യ ഭാഗം മതി എന്നാണ് തീരുമാനം. അതങ്ങനെ പാലിച്ചു പോരുകയാണ്. എന്നാൽ ഇടക്കാലത്ത് വന്ദേമാതരം സംഘപരിവാർ ശക്തികൾ ഇഷ്ടമില്ലാത്തവരെ കൊന്നൊടുക്കാനുള്ള ഒരായുധമായി പരിഗണിച്ചു, ഒരായുധമായി സ്വീകരിച്ചു. ഇന്ന് വന്ദേമാതരം എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ ഗീതം മാത്രമല്ല, വർഗീയവാദികളുടെ കയ്യിലെ ഒരു ആയുധമാണ്. ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് ഇസാ ജാഫ്രി കൊല്ലപ്പെട്ട അനുഭവം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗമായിരുന്നു, ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവായ ഒരു വയോധികൻ, ബുദ്ധിജീവിയും കവിയും ഒക്കെയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ആ സംഭവത്തെ സംബന്ധിച്ച് പിന്നീട് നടന്ന വസ്തുതാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വായിച്ചാൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് ഉലഞ്ഞുപോകും. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്താണ്?
അക്രമാസക്തരായി പാഞ്ഞു വന്ന വർഗീയവാദികൾ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചത് ഈ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കണം എന്നാണ്. വന്ദേമാതരം ആലപിക്കണം. അദ്ദേഹം വിസമ്മതിച്ചു. ആ വൃദ്ധനെ വിവസ്ത്രനാക്കി. ആ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യമാണ്. വിവസ്ത്രനാക്കി നടത്തി. അദ്ദേഹത്തിന്റെ കൈവിരലുകൾ മുറിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിമാറ്റി. ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ കാലുകൾ മുറിച്ചു കളഞ്ഞു. തീക്കുണ്ടത്തിലേക്ക് കൈകാലുകൾ ഛേദിക്കപ്പെട്ട ആ ശരീരം വലിച്ചെറിഞ്ഞു, ചുട്ടുകരിച്ചു. ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരുന്ന, കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന, കവി കൂടിയായ ഒരു വയോവൃദ്ധന് നേരിടേണ്ടി വന്ന അനുഭവമാണിത്. ഗുജറാത്തിൽ കൊന്നു തള്ളിയ മനുഷ്യരോട് ആജ്ഞാപിച്ചത് നിങ്ങൾ വന്ദേമാതരം ചൊല്ലണം എന്നാണ്. ഇപ്പൊ RSS തീരുമാനിച്ചിരിക്കുകയാണ് വന്ദേമാതരം രാഷ്ട്രശില്പികൾ പറയുന്നതൊന്നും ബാധകമല്ല, പൂർണ്ണതോതിൽ ആലപിക്കണം. ആ ആജ്ഞ സ്വീകരിച്ച് ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ്. ഉടനെ നാഗപ്പൂരിൽ നിന്നും പുറത്തിറങ്ങുന്ന RSSന്റെ മുഖപത്രം ഓർഗനൈസറിൽ കേരളത്തിലെ UDF ഗവൺമെന്റിനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് അവർ ലേഖനം എഴുതി. അവർ പറഞ്ഞു, ഞങ്ങളുടെ ആഹ്വാനമനുസരിച്ച് ഒരെതിർപ്പും കൂടാതെ വന്ദേമാതരം ആദ്യമായി കേരളത്തിൽ പൊതുവേദിയിൽ പൂർണ്ണമായി ചൊല്ലിയിരിക്കുന്നു. കോൺഗ്രസ് ഗവൺമെന്റിന് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും. സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകം RSSന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഇന്ത്യയിലെ ഏക BJP ഇതര മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അദ്ദേഹം തന്റെ സെക്രട്ടറിയായി നിയമിച്ചത് രത്തൻ കേൽഖറയായിരുന്നു. ആരാണ് അദ്ദേഹം? സംഘപരിവാരത്തിന്റെ മാനസപുത്രൻ. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. ഏതെങ്കിലും ഒരു പദവിയിൽ അദ്ദേഹം ഉണ്ടാവും. പക്ഷെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കണോ എന്നതാണ് ചോദ്യം. ഈ പേര് ഇതിനു മുമ്പ് നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിച്ചത്? തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്നും വിതരണം ചെയ്ത സർക്കുലറിൽ BJP സംസ്ഥാന കമ്മിറ്റിയുടെ സീല് പതിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഞെട്ടിയ അനുഭവമല്ലേ? ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് BJPയുടെ ഓഫീസാക്കി മാറ്റിയ സ്വയം സേവകൻ ആ ആളെ തെരഞ്ഞുപിടിച്ച സ്വന്തം സെക്രട്ടറി ആക്കിയിരിക്കുകയാണ്. നിഷ്കളങ്കമായി വന്നതല്ല. പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനം നിയമസഭയിൽ മുഴങ്ങി. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുപോലുമില്ല. നമുക്ക് അവകാശപ്പെട്ട 1,00,000 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ് അന്യായമായി. ഒരു വിമർശനവുമില്ല. 10 കൊല്ലത്തിന് ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം. ഉടനെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതികരണം വന്നു. ഈ നയപ്രഖ്യാപനം ഞങ്ങളുടേതാണ്. ഏത്? ഞങ്ങളുടെ പ്രകടന പത്രിക പകർത്തിയെടുത്തതാണ്. ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പില്ല. ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു. അതാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ച് പിന്തുണ അറിയിച്ചു. കഴിഞ്ഞ 10 കൊല്ലമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു വരാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല രാജീവ് ചന്ദ്രശേഖറിന്. ഇപ്പൊ ചെന്ന് അഭിനന്ദിച്ചു. BJP മുന്നണിയുടെ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി വലിയൊരു പൂച്ചെണ്ടുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പൂച്ചെണ്ട് കൊടുത്ത് അഭിനന്ദിച്ചു. BJPയും കോൺഗ്രസും ഒന്നായി മാറുന്ന, ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്ന ടീമായി ഇപ്പൊ മാറിയിരിക്കുകയാണ്. വേറെയും 100 ഉദാഹരണം വന്നു. സർവകലാശാലകളുമായി ബന്ധപ്പെട്ടൊക്കെ ഞാനതെല്ലാം കൂടെ വിശദീകരിക്കുന്നില്ല. ഇതോടൊപ്പം സ്വജനപക്ഷപാതത്തിന്റെ, അഴിമതിയുടെ, ഭ്രാന്തമായ സ്വകാര്യവൽക്കരണത്തിന്റെ, വിഴിഞ്ഞത്ത് നിന്ന് വിൽപ്പന ആരംഭിക്കാൻ പോകുന്നതിന്റെ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എല്ലാം വിൽക്കാൻ പോവുകയാണ്. ഒപ്പം സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് ടു വർക്കും എല്ലാം ഇല്ലാതായതിന്റെ ലൈഫ്. ഇനി ആ പദ്ധതി ഇല്ല. 5 ലക്ഷം പേർക്കാണ് വീട് കിട്ടിയിരുന്നത്. ഇനി അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാവില്ല. ഇന്നത്തെ മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ VD സതീശനുമായുള്ള ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ അവകാശവാദം ഏറ്റവും ആഴമുള്ള ഇന്റർവ്യൂ എന്നാണ്. അങ്ങനെയുള്ള പല വിശേഷണങ്ങളും ഇനി നമ്മൾ കേൾക്കേണ്ടി വരും. ആ ആഴമുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് ആദരവോടെ പറയുന്നുണ്ട്. നെഹ്റുവിയൻ കമ്മ്യൂണിസ്റ്റ് എന്നാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നെഹ്റു ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചുള്ള കൺസേൺ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. നയങ്ങൾ സ്വീകരിക്കുമ്പോൾ, പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ പാവപ്പെട്ടവരെ എങ്ങനെ ബാധിക്കുമെന്നാണ് നോക്കിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ഇത്തരം കാര്യങ്ങൾ
പാവങ്ങൾക്ക് ലഭ്യമാകുന്നത് സംബന്ധിച്ച് നെഹ്റു വലിയ ഉത്കണ്ഠാകുലനായിരുന്നു എന്നാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെയാണ് നെഹ്റുവിൻ്റെ കൺസേൺ എന്നായിരുന്നു. കേരളത്തിൽ 5 ലക്ഷം പേർക്ക് പാർപ്പിടം ഒരുക്കിയ ലൈഫ് പദ്ധതി ഇനി വേണ്ട, ഇനി അങ്ങനെ സർക്കാർ വീട് വെച്ച് കൊടുത്തിട്ട് അതിൽ കിടന്നുറങ്ങണ്ട എന്ന തീരുമാനം എടുത്തിട്ടാണ് മാതൃഭൂമിയുടെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് നെഹ്റുവിന് ഇങ്ങനെയൊക്കെ വലിയ ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പലതും ഇനി നമ്മൾ കാണേണ്ടി വരും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കാലം ഏറെ പ്രത്യേകതകളാർന്ന ഒരു കാലമാണ്. വലിയ വെല്ലുവിളികൾ നിറയുന്ന ഒരു കാലമാണ്. ഈ രാജ്യത്തിന് തന്നെ മരണവാറണ്ടൊരുക്കുന്ന മതനിരപേക്ഷതയുടെ ശത്രുക്കൾ രാജ്യഭാരം കയ്യേൽക്കുകയും അവർ ഇന്ത്യ എന്ന വൈവിധ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ആ മതനിരപേക്ഷതയ്ക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ ഒരു ദുർബലമായ വാക്കുകൊണ്ട് പോലും പ്രതിരോധിക്കാൻ തങ്ങളില്ലെന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോൺഗ്രസും BJPയും സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സകല നയങ്ങളുടെയും കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണെന്ന് വ്യക്തമായ സൂചന തന്നു കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ജനങ്ങളാവട്ടെ ഏത് സന്ദർഭത്തിലും തെറ്റിദ്ധാരണകൾക്ക് വശംവദരാകാൻ ഇടയുണ്ട് എന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെയെല്ലാം ഗൗരവമായി തന്നെ എടുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ശ്രമകരമായ രാഷ്ട്രീയ ഉത്തരവാദിത്വ നിർവഹണം, ജനപക്ഷ രാഷ്ട്രീയം, അത് ജനങ്ങളുടെ കൂടി ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശരിയായ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാവില്ല. ഇനിയുള്ള കാലത്ത് അത് എങ്ങനെ ശരിയായിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി വേണം. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയാൽ മാത്രം പോരാ. ആ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി വേണം. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചും സംഭവിച്ച പിശകുകൾ തിരുത്താനുള്ള ആർജവം പ്രകടിപ്പിച്ചു നാം കേരളത്തിൽ കൂടുതൽ കരുത്തോടെ ആവേശത്തോടെ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായും രാഘവേട്ടന്റെ ഓർമ്മകൾ നമുക്ക് കരുത്തായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.